തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അൾട്രാസൗണ്ട് സ്കാനിങ്ങിന് എത്തുന്ന രോഗികൾ ടോക്കൺ സംവിധാനം ഇല്ലാതെ നട്ടം തിരിയുന്നതായി പരാതി ഉയർന്ന സാഹചര്യത്തിൽ തിരക്ക് നിയന്ത്രിക്കുവാൻ അടിയന്തര നടപടികൾ കൈക്കൊള്ളുമെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ലിജോ കൊള്ളന്നൂർ അറിയിച്ചു. സ്കാനിംഗ് കൗണ്ടറിലെത്തിയാൽ രോഗിയുടെ കയ്യിൽ നിന്നും കുറിപ്പ് വാങ്ങി സ്കാനിംഗ് ദിവസം ഉറപ്പിക്കാൻ മണിക്കൂറുകളോളം വിശപ്പും ദാഹവും സഹിച്ച് അധികൃതരുടെ മറുപടിക്കായി കാത്തുനിൽക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. ഇങ്ങനെ കിട്ടിയ സ്കാനിംഗ് തീയതി രോഗികൾക്ക് നൽകുമ്പോൾ എല്ലാവരോടും രാവിലെ 9 മണിയോടെ എത്തുവാനാണ് നിർദ്ദേശം നൽകിയിരുന്നത്. സ്കാനിങ്ങിനായി കുറിപ്പും വാങ്ങി അക്ഷമയോടെ രോഗികൾ കാത്തുനിൽക്കുന്നത് മണിക്കൂറുകളോളമായിരുന്നു. അൾട്രാസൗണ്ട് ഏരിയയിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ രോഗികൾക്കുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മുമ്പേ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ ചാർജ് എടുത്തതിന് ശേഷം ആ ഏരിയയിൽ പോയി നോക്കിയപ്പോൾ അഭൂതപൂർവമായ തിരക്കാണുള്ളത്. അതിന് ഒരു കാരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ റെഡ് സോൺ ഏരിയ താൽക്കാലികമായി നടക്കേണ്ട അവസ്ഥ വന്നു, പുതിയ MRI മെഷീൻ വന്നത്. അപ്പോൾ ആ എമർജൻസിയിലുള്ള അൾട്രാസൗണ്ടും കൂടി അവിടെ ചെല്ലുന്ന ഒരു അവസ്ഥയുണ്ടായി. അവിടെ ഇപ്പോൾ നിലവിലുള്ള അൾട്രാസൗണ്ട് മെഷീനുകൾ നമ്മുടെ ആശുപത്രിയിലെ മുഴുവൻ സേവനം നൽകാൻ പര്യാപ്തവുമല്ല. അപ്പോൾ അതിനുള്ളൊരു വലിയ പ്രൊജക്ട് പ്രപ്പോസൽ ഞങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു. അൾട്രാസൗണ്ട് ഏരിയ വിപുലീകരിക്കാൻ പോകുന്നു, വെയിറ്റിംഗ് ഏരിയകളെല്ലാം ആയിട്ട്. കൂടെ ഒരു അൾട്രാസൗണ്ട് മെഷീൻ നമുക്ക് അഡീഷണൽ മേടിക്കാൻ ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് വേണ്ട ഫണ്ട് കണ്ടെത്തുന്നതാണ് അതിൽ ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ ഞങ്ങൾ അടുത്ത HDS യോഗത്തിൽ ഞങ്ങൾ വെക്കുന്നുണ്ട് ഒരു അജണ്ടയായിട്ട്. അതിൻ്റെ ഇടയിൽ ഒരു ബാങ്കുമായിട്ടൊരു CSR ആയിട്ടുള്ളൊരു പ്രപ്പോസൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുമായിട്ട് ഇവിടെ അടുത്തുള്ളൊരു ബാങ്കിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് വന്നിരുന്നു. ഒരു CSR സ്കീം അവർക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്കൊരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാങ്കിൻ്റെ പ്രപ്പോസൽ റെഡി ആവണമെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം. ഇനി അതല്ല, അതൊന്നും ശരിയാവണില്ല എന്നുണ്ടെങ്കിൽ HDS ഫണ്ട് എടുത്തിട്ടോ RSP ഒരു ഫണ്ട് എടുത്തിട്ടോ ചെയ്യാൻ തന്നെയാണ് അതൊരു പ്രഥമ പരിഗണനയിലുള്ളൊരു കാര്യമാണത്. തീർച്ചയായിട്ടും അത് അടുത്ത് തന്നെ നിലവിൽ വരും. പക്ഷേ അതിന് ഈ ഫണ്ടും അതിൻ്റെ ബാക്കിയുള്ള പ്രായോഗികമായിട്ടുള്ള കുറച്ച് തടസ്സങ്ങളും മാത്രമാണ് അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് ഉടനെ വരും. ഇപ്പോൾ നിലവിൽ നമുക്ക് വേണമെങ്കിൽ എല്ലാവർക്കും ഒരേ സമയം കൊടുക്കാതെ ഒരു ടോക്കൺ സിസ്റ്റം പോലെ സമയത്തിനനുസരിച്ച് കൊടുക്കാനായിട്ട് റേഡിയോ ഡയഗ്നോസിസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊരു മീറ്റിംഗ് കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതോടുകൂടി രോഗികൾ അവിടെ അധികം വെയിറ്റ് ചെയ്യാത്ത വിധത്തിൽ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർത്ത് വിടാനും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം ആയി വരുമ്പോൾ രോഗികളുടെ ബുദ്ധിമുട്ട് മാറുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ തൊട്ട് റെഡ് സോൺ ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞു. എമർജൻസി ഇപ്പോൾ എല്ലാം ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് പെയിൻ്റ് എല്ലാം അടിച്ച് പുതിയ രീതിയിൽ അവിടെ തുടങ്ങിയിട്ടാണ്. അപ്പോൾ തന്നെ ഇന്ന് തിരക്ക് കുറയാനാണ് സാധ്യത. ബാക്കിയുള്ളത് ഈ ടോക്കൺ സിസ്റ്റം വരുമ്പോഴും അതിൻ്റെ അടുത്ത ലെവലിൽ ഫുൾ ഏരിയ ഡെവലപ്മെൻറ്റ് വരുന്നതോടുകൂടി രോഗികൾക്ക് വളരെ സൗകര്യപ്രദമായ ഒരു ഏരിയ ആയിട്ട് അൾട്രാസൗണ്ട് ഏരിയ മാറ്റണം അതിനാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തൃശൂർ ജില്ലയിൽ നിന്നും മറ്റ് വിവിധ ജില്ലകളിൽ നിന്നുമായി നിരവധി രോഗികളാണ് മെഡിക്കൽ കോളേജിൽ ഓരോ ദിവസവും അൾട്രാസൗണ്ട് സ്കാനിങ്ങിനായി എത്തുന്നത്. ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തിയാൽ രോഗികൾക്ക് അതാതു സമയത്ത് കുറിപ്പും വാങ്ങി സ്കാനിങ്ങിന് എത്തിയാൽ മതിയാകും. മണിക്കൂറുകളോളം കാത്തുകെട്ടിക്കിടക്കേണ്ട സാഹചര്യം ഒഴിവാക്കാനും കഴിയുമെന്ന് രോഗികളും കൂട്ടിരിപ്പുകാരും ഓൺലൈൻ വാർത്താമാധ്യമങ്ങളിലൂടെ അഭിപ്രായപ്പെട്ടിരുന്നു. ഇതിന്റെയെല്ലാം പശ്ചാത്തലത്തിലാണ് സൂപ്രണ്ട് പ്രശ്നങ്ങൾക്ക് ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് ഓൺലൈൻ മാധ്യമങ്ങളെ അറിയിച്ചത്. ATK ന്യൂസ്, തൃശൂർ.